സിമ്പിൾ മാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ അരിതമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റുകളും ഫോർമുലകളുമാണ്. ഫസ്റ്റ് ഒരു അരിതമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇതിലത്തെ നമ്പേഴ്സ് എങ്ങനെ ഫോം ചെയ്യണം? പ്രീവിയസ് ടേമിനോട് കൂടെ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആഡ് ചെയ്തിട്ട് വേണം ഓരോ നമ്പേഴ്സും ഫോം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ സീക്വൻസിനെ ഒരു അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുന്ന ഓരോ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും ഈക്വൽ ആയിരിക്കും. ആ ഡിഫറൻസിന് നമ്മൾ പറയുന്നതാണ് കോമൺ ഡിഫറൻസ്. The common difference of an arithmetic sequence x1, x2, x3, etc. is d equal to x2 minus x1. ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ് x1, x2, x3. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x2 മൈനസ് x1, അതായത് സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ, the common difference of the arithmetic sequence 8, 13, 18, etc. is എന്താ വരിക? ഇതിൽ x1 എന്ന് പറയുന്നത് 8 ആണ്, ഫസ്റ്റ് ടേം 8. x2 എന്ന് പറയുന്നത് 13. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു x2 മൈനസ് x1, ദാറ്റ് ഈസ് 13 മൈനസ് 8, that is equal to 5. അപ്പോൾ എപ്പോഴും ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തന്നെ അറിയണമെന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും അടുത്തടുത്തുള്ള ടേംസുകൾ അറിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ആയിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, d ഈക്വൽ ടു x3 മൈനസ് x2. x2 എന്ന് പറയുന്നത് 13, x3 എന്ന് പറയുന്നത് 18. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 18 മൈനസ് 13, ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 5. എല്ലാ അരിതമെറ്റിക് സീക്വൻസിൻ്റെയും സെക്കൻഡ് ടേം x2 ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ്. തേർഡ് ടേം x3 ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ്. ഫോർത്ത് ടേം x4 ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടെ 3d ആഡ് ചെയ്യുമ്പോഴാണ്. ഫിഫ്ത്ത് ടേം x5 ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടെ 4d ആഡ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അരിതമെറ്റിക് സീക്വൻസിലെ nth ടേം ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ടേമിനോട് കൂടെ n-1d ആഡ് ചെയ്യുമ്പോഴാണ്. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഏത് ടേമും ആണെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയുകയാണെങ്കിൽ അതിൻ്റെ nth ടേം കാണാനുള്ള ഫോർമുലയാണ് xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി അരിതമെറ്റിക് സീക്വൻസ് 8, 13, 18, etc. 8, 13, 18 എന്ന് പറയുന്ന അരിതമെറ്റിക് സീക്വൻസ് 15th ടേം, അതായത് x15 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ f ഈക്വൽ ടു 8, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 13 മൈനസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇനി x15 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. x15 എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്?
ഫസ്റ്റ് ടേമിനോട് കൂടെ 14D ആഡ് ചെയ്യുമ്പോഴാണ് എക്സ് 15 ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് 8 പ്ലസ് 14 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 78. അപ്പോൾ 8, 13, 18 എന്ന് പറയുന്ന ഈ സീക്വൻസിലെ 15th ടേം 78 ആണ്. ഈ അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിൽ 15ാമത്തെ ആളായിട്ട് നിൽക്കുന്നത് 78 ആണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 8, 13, 18 എക്സെട്ര ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 5 ആണ്. ഇനി ഏതെങ്കിലും രണ്ട് ടേംസുകളാണ് 18ഉം 8ഉം, അടുത്തടുത്ത ടേംസ് അല്ല, ഏതോ രണ്ട് ടേംസുകളാണ് 8, 8. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 18 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 10 ആണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഈ 10 എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5ൻ്റെ മൾട്ടിപ്പിളാണ്. ക്ലിയർ? അതായത് ഈ 10നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ഈ കോൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സീക്വൻസ് തന്നിട്ട് ഏതോ ഒരു നമ്പർ ഈ സീക്വൻസിലെ ടേം ആവുമോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈസ് 100 എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 8, 13, 18 എക്സെട്ര. 8, 13, 18 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 100? ഈ അരിത്മെറ്റിക് സീക്വൻസ് നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിലെവിടെയെങ്കിലും 100നെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 100 ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ഈ 100ഉം ഇതിലെ ഏതെങ്കിലും ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, 100ൽ നിന്നും 8 മൈനസ് ചെയ്യാം. ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. ഏത് ടേം വേണമെങ്കിലും മൈനസ് ചെയ്യാം. 100ൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു. അപ്പോൾ 92 എന്നാണ് കിട്ടിയത്. ഈ 92 എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം 92നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 അല്ല കിട്ടുന്നത്. മൾട്ടിപ്പിൾ ആണോ എന്ന് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ 0 എന്ന് കിട്ടണം. അപ്പോൾ 92 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ സീക്വൻസ് എഴുതി പോവുകയാണെങ്കിൽ ഇതിൽ 100 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവില്ല എന്ന്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസും അതിൻ്റെ പൊസിഷനും അറിയാമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. അതിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് D ഈക്വൽ ടു XM മൈനസ് XN ഡിവൈഡഡ് ബൈ M മൈനസ് N. M, N എന്ന് പറയുന്നതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസുകളുടെ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 8, 15th ടേം 78. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഇവിടെ XM എന്ന് പറയുന്നത് 78, XN ഈക്വൽ ടു 8, M ഈക്വൽ ടു 15, N ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ D ഈക്വൽ ടു 78 മൈനസ് 8 ഓൾ ഡിവൈഡഡ് ബൈ 15 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 70/14.
ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 5. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സീക്വൻസിലെ ഏതൊരു ടേമിനെയും അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 8, 13, 18 എക്സെട്ര ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം 8നെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് റിമൈൻഡർ 3 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് 13നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 3 ആണ്. 18നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 3 ആണ്. ഒരു സീക്വൻസിലെ ഏതൊരു ടേമിനെയും അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആയിരിക്കണം. ഈ കൺസെപ്റ്റ് വെച്ചിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് 100 എ ടേം ഓഫ് ദ അരിതമെറ്റിക് സീക്വൻസ് 8, 13, 18 എക്സെട്ര. 8, 13, 18 എന്ന് പറയുന്ന ഈ സീക്വൻസിൽ 100 എന്ന് പറയുന്നത് ഒരു ടേം ആണോ എന്ന്, അതായത് ഈ സീക്വൻസ് നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ടേം ആണോ? 100 ഈ സീക്വൻസിൻ്റെ ടേം ആവണമെങ്കിൽ 100നെ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 എന്ന് കിട്ടണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 100 ഡിവൈഡഡ് ബൈ 5 എത്ര റിമൈൻഡർ കിട്ടുന്നത്? 0 ആണ്. നമുക്ക് എത്ര കിട്ടേണ്ടത്? 3 എന്നാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം അല്ല. നെക്സ്റ്റ്, മിഡിൽ ടേം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. ഇഫ് A, B, C are any 3 consecutive terms of an arithmetic sequence, then B equal to A plus C by 2. A, B, C എന്ന് പറയുന്നത് അടുത്തടുത്ത 3 ടേംസുകളാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് മറ്റ് 2 ടേംസുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് കാണുന്നതിനോട് ഈക്വൽ ആയിരിക്കും. വൺസ് മോർ, എ ബി സി എന്ന് പറയുന്നത് 3 അടുത്തടുത്ത ടേംസുകളാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് മറ്റ് 2 ടേംസുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് കാണുന്നതിനോട് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, മിഡിൽ ടേം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. ഇഫ് എ ബി സി ആർ എനി 3 consecutive terms of an arithmetic sequence, then B equal to A plus C by 2. എ ബി സി എന്ന് പറയുന്നത് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ 3 അടുത്തടുത്ത് വരുന്ന ടേംസുകളാണ്. ബി എന്ന് പറയുന്നത് ഈ ടേംസിലെ മിഡിൽ ടേം ആണ്. ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് മറ്റ് 2 ടേമുകൾ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനോട് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 8, x, 18 അടുത്തടുത്ത് വരുന്ന 3 ടേംസുകളാണ്. ഇതിൽ മിഡിൽ ടേം തന്നിട്ടില്ല. ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് മറ്റ് 2 ടേമുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് കാണുകയാണെങ്കിൽ ആ നമ്പർ മിഡിൽ ടേം ആയിരിക്കും. ദാറ്റ് ഈസ് 18 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. അപ്പോൾ ഈ സീക്വൻസിലെ മിഡിൽ ടേം എന്ന് പറയുന്നത് 13 ആണ്. ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ആ അരിതമെറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടേം കണ്ടെത്താം. അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ആ അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമിനോട് കൂടെ ലാസ്റ്റ് ടേം ആഡ് ചെയ്യാം. ആ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ മിഡിൽ ടേം. ദാറ്റ് ഈസ് m ഈക്വൽ ടു x1 പ്ലസ് xn by 2, where x1 is the first term of the
arithmetic sequence, xn is the last term of the arithmetic sequence. For example, the first term is 8, 15th term is 78. Find its middle term. ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 8 ആണ്, ലാസ്റ്റ് ടേം 78 ആണ്. അതാണ് 15th ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ടേം 78 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്തായിരിക്കും? അപ്പോൾ എത്രാമത്തെ ടേമാണ് മിഡിലിൽ വരിക? അത് ആദ്യം അറിയണം. അതായത് ലാസ്റ്റ് ടേം 15 ആണ്. ആ 15നോട് കൂടെ 1 ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിഡിലിൽ ഏത് ടേമാണ് വരിക എന്നുള്ളത്, എത്രാമത്തെ ടേമാണ് വരിക എന്നുള്ളത്. ഇവിടെ 15 ആണ് ലാസ്റ്റ് ടേം, 15th ടേമാണ് ലാസ്റ്റ്. അപ്പോൾ ആ 15നോട് കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ 16. അതിന് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് അതിൻ്റെ ഹാഫ് കാണാം. അപ്പോൾ 8. അപ്പോൾ എക്സ് 8 ആണ് ഈ സീക്വൻസിൻ്റെ മിഡിലിൽ വരുന്ന ടേം. അത് എത്രയാണെന്ന് കണ്ടെത്താൻ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് കാണാം. ദാറ്റ് ഈസ് 8 + 78/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 43. അപ്പോൾ മിഡിൽ ടേം വരുന്നത് എക്സ് 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 43. ഇപ്പോൾ ഒരു സീക്വൻസിൽ ആകെ 9 ടേംസുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ടേം ആയിരിക്കും മിഡിലിൽ വരിക? അപ്പോൾ ടോട്ടൽ 9 ആണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ മിഡിലിൽ ഒരേ ഒരു ടേം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 9നോട് കൂടെ 1 ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഹാഫ് കാണാം. ഓക്കെ, അപ്പോൾ 10/2 5. എക്സ് 5 ആയിരിക്കും ഈ സീക്വൻസിലെ മിഡിലിൽ വരുന്ന ടേം, 5th ടേം ആയിരിക്കും. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ അരിതമെറ്റിക് സീക്വൻസ്. ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ആകെ എത്ര ടേംസുകളാണുള്ളതെന്ന് കണ്ടെത്താം. അതിനായി യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് n = xn - x1 / d + 1, where xn is the last term of the arithmetic sequence. x1 is the first term of the arithmetic sequence. d is the common difference of the arithmetic sequence. Then n = xn - x1 all divided by d + 1. അപ്പോൾ ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ ആ അരിതമെറ്റിക് സീക്വൻസിൽ ആകെ എത്ര ടേംസുകളാണ് ഉള്ളതെന്ന് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടെത്താം. സം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ടേംസുകളുടെ സം എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ദ സം ഓഫ് ഫസ്റ്റ് n terms of an arithmetic sequence with the first term f and common difference d is Sn = n/2 into 2f plus n minus 1 into d. Example, find the sum of first 15 terms of the arithmetic sequence 8, 13, 18, etc. 8, 13, 18 എന്ന് പറയുന്ന ഈ അരിതമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 15 ടേംസുകൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക എന്നാണ് കണ്ടെത്താൻ പോകുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് Sn = n/2 into 2f plus n minus 1 into d. ഇവിടെ n എന്ന് പറയുന്നത് 15. നമ്മളോട് ആദ്യത്തെ 15 ടേംസുകളുടെ സമ്മാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n = 15, f = 8, d = 13 minus 8, that is equal to 5. ഇനി ഈ വാല്യൂസ് ഫോർമുലയിൽ കൊടുക്കാം. സമ്മ് S15 = 15/2 into 2 into 8 plus
15 minus 1 into 5. That is equal to 15 by 2 into 16 plus 14 into 5. That is equal to 15 divided by 2 into 16 plus 70. That is equal to 15 by 2 into 86. That is equal to 15 into 86 divided by 2. That is equal to 645. ഇപ്പോൾ തന്നിട്ടുള്ള സീക്വൻസിലെ ആദ്യത്തെ 15 ടേംസുകളുടെ സമ്മ് എന്ന് പറയുന്നത് 645 ആണ്. ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്, കോമൺ ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ സീക്വൻസിൻ്റെ ടേംസുകളുടെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് S ഈക്വൽ ടു n/2 into x1 plus xn, where x1 is the first term, xn is the last term, n is the total number of terms. For example, 8, 13, 18, etc. 78. What is the sum of these arithmetic sequence? Number of terms. First, ഈ arithmetic sequenceൽ ആകെ എത്ര ടേംസുകളാണുള്ളതെന്ന് കണ്ടെത്തണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. n ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 78 മൈനസ് 8 ഓൾ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1. 78 മൈനസ് 8 70. 70 by 5 that is 14 plus 1 that is equal to 15. അപ്പോൾ ടോട്ടൽ 15 ടേംസുകളാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 പ്ലസ് 78 ദാറ്റ് ഈസ് ഈക്വൽ ടു 645. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അരിതമെറ്റിക് സീക്വൻസിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് n ഇൻറ്റു n പ്ലസ് 1/2. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു 15. ഇവിടെ n എന്ന് പറയുന്നത് 15 ആണ്. 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 15 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. നെക്സ്റ്റ്, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n² ആണ്. എക്സാമ്പിൾ, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ഫ്രം 1 വിൽ ഗിവ് എ സം 400. 1 മുതൽ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 400 കിട്ടുക? അപ്പോൾ ഇവിടെ n² ഈക്വൽ ടു 400 എന്നുള്ള ആൻസർ കിട്ടി. ഇതിൽ നിന്ന് n ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് n ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് 400 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു n² പ്ലസ് n. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. അതായത് n² പ്ലസ് n. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ 15 ഈവൻ നമ്പേഴ്സുകളുടെ സമ്മ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 where n ഈക്വൽ ടു 15. 15 ഇൻറ്റു 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 240. നെക്സ്റ്റ്, algebraic form of an arithmetic sequence. The nth term of an arithmetic sequence is called its
ആൾജിബ്രിക് ഫോം. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ nth ടേമിനെയാണ് ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത് f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫിൻ്റെയും ഡിൻ്റെയും വാല്യൂസ് കൊടുക്കാം. n ഈക്വൽ ടു n എന്ന് തന്നെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദി അരിതമെറ്റിക് സീക്വൻസ് 8, 13, 18 എക്സെട്ര. ഈ അരിതമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എഫ് എന്ന് പറയുന്നത് 8 പ്ലസ് n മൈനസ് 1. കണ്ടോ, എന്നിൻ്റെ വാല്യൂ കൊടുത്തിട്ടില്ല, അവിടെ n തന്നെയാണ് കൊടുത്തത്, ഇൻറ്റു 5. ദറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് n ഇൻറ്റു 5. ദറ്റ് ഈസ് 5n മൈനസ് 1 ഇൻറ്റു 5. ദറ്റ് ഈസ് 5. ദറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 8 മൈനസ് 5. ദറ്റ് ഈസ് 3. ദറ്റ് ഈസ് ഈക്വൽ ടു 5n പ്ലസ് 3. 8ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 3. ദറ്റ് ഈസ് 5n പ്ലസ് 3. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം an പ്ലസ് ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ a എന്ന് പറയുന്നത് ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. അതുപോലെ ആ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a പ്ലസ് ബി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോമാണ് തരുന്നതെങ്കിൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ടൈപ്പ് ഓഫ് സീക്വൻസ് ഡസ് xn ഈക്വൽ ടു 5n പ്ലസ് 3 റെപ്രസെൻറ്റ്? ആൾസോ റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. xn ഈക്വൽ ടു 5n പ്ലസ് 3 ആണ്. അത് ഇതിൻ്റെ ആൾജിബ്രിക് ഫോമാണ്. where f equal to 5 plus 3 and d equal to 5. ഫസ്റ്റ് ടേം 8, കോമൺ ഡിഫറൻസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 8, 13, 18 എക്സെട്ര. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് an സ്ക്വയർ പ്ലസ് bn ആണ്. ഇതിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഡബിൾ ആയിരിക്കും. ഇവിടെ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് a ആണ്. അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2a. അതായിരിക്കും ആ അരിതമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a പ്ലസ് b ആണ്. ഫോർ എക്സാമ്പിൾ, ദി എക്സ്പ്രഷൻ ഫോർ ദി സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence is 5n square plus 3n. Find the first term and common difference. 5n square plus 3n എന്ന് പറയുന്നത് ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ സമ്മിൻ്റെ ആൾജിബ്രിക് ഫോമാണ്. എങ്ങനെയാണ് ഈ ആൾജിബ്രിക് ഫോം ചെയ്യുന്നത്? അതായത് നമുക്കറിയാം ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ടേംസുകളുടെ സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഈ ഫോർമുലയിൽ എഫിൻ്റെയും ഡിൻ്റെയും വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് 5n സ്ക്വയർ പ്ലസ് 3n. ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ 5n സ്ക്വയർ പ്ലസ് 3n ആണ്. ഇതിൽ എന്തുണ്ട്? കോമൺ ഡിഫറൻസും ഉണ്ട്, ഫസ്റ്റ് ടേമും ഉണ്ട്. അത് എന്താണെന്ന് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും സമ്മിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷനിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റും എന്നിൻ്റെ കോയിഫിഷ്യൻറ്റും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും. അപ്പോൾ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 5, എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് 3. ദറ്റ് ഈസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു 5 പ്ലസ് 3 ഈക്വൽ ടു 8. ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും
എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ എൻ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 5 ആണ്. ഇതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 5 × 2 ദാറ്റ് ഈസ് 10. നെക്സ്റ്റ്, ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ടോട്ടൽ എത്ര ടേംസുകളാണ് ഉള്ളതെന്നും അതുപോലെ ആ ടേംസുകളുടെ സമ്മ് എത്രയാണെന്നും അറിഞ്ഞാൽ ആ അരിത്മെറ്റിക് സീക്വൻസിലെ മിഡിൽ ടേം എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. അതിനായി ആ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് മിഡിൽ ടേം ഈക്വൽ ടു സം ഓഫ് ദി ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി ടേംസ്. ഫോർ എക്സാമ്പിൾ, സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് an arithmetic sequence is 30. Find its middle term. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എത്രയാണ്? ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടേമും നമ്പർ ഓഫ് ദ ടേംസ് ആണ് തരുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. അവിടെ സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ദി ടേംസ് ആയിരിക്കും. ആ സീക്വൻസിൻ്റെ സമ്മ് കാണാൻ മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ദി ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 6 ആണ്. അതിൽ ടോട്ടൽ 5 ടേംസുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 5 ടേംസുകളുടെ സമ്മ് എന്ന് പറയുന്നത് 6 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റുകളും ഫോർമുലകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു.